എല്ലാവർക്കും നമസ്കാരം. വ്യാസം വസിഷ്ഠനത്താരം ശക്തി പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വളരെ സന്തോഷകരവും ഒപ്പം അഭിമാനകരവുമായിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഗുരുപൂർണിമയാണ്, വ്യാസജയന്തിയാണ്. അറിവാകുന്ന വേദത്തെ വ്യസിക്കപ്പെട്ട വ്യാസമുനി വേദവ്യാസനായി മാറപ്പെട്ട പുണ്യമാർന്ന ചൈതന്യപ്രഭയുള്ള പുണ്യമാർന്ന മണ്ണാണ് ഇത്. ദേവന്മാർ പോലും ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും വന്നു പിറക്കണമെന്നാഗ്രഹിച്ച ഈ ഭാരതമണ്ണിൽ ജനിച്ച് വളർന്ന നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാനകരമായിരിക്കുന്ന ഒരു ദിവസമാണ്. ഗുരു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കപ്പെടുന്നത് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ എന്നാണ്. ത്രിമൂർത്തികളായിരിക്കുന്ന ബ്രഹ്മദേവനെയും മഹാവിഷ്ണുവിനെയും ഭഗവാൻ ശ്രീ പരമേശ്വരനെയും ഗുരുവായി കണ്ട് ഗുരുവെന്ന് പറയുന്നത് പരമമായിരിക്കുന്ന പരബ്രഹ്മമാണെന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും വീണ്ടും പ്രാർത്ഥിക്കുന്നു. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. അപ്പോൾ അനന്തമായി നിവർന്നു കിടക്കുന്ന ഒരു ഗുരുപരമ്പരയുടെ ഒരു വലിയ സമ്പത്തുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുപൂർണിമ എന്ന് പറയുന്നത് വളരെ ആഘോഷപൂർവ്വം ആചരിക്കപ്പെടേണ്ട ഒരു ദിവസമാണ്. ഒരു പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആചരിക്കുന്നത് നമ്മളുടെ വരും തലമുറയിലേക്ക് പകർന്നു നൽകപ്പെടുമ്പോൾ ഗുരുവെന്ന് പറയുന്ന ഒരു സങ്കല്പതലം, ആ ഗുരു എന്ന് പറയുന്ന ഒരു സ്ഥാനം നമ്മളുടെ മാതാവിനും പിതാവിനുമൊക്കെ തുല്യമായിരിക്കുന്ന ഒരു സ്ഥാനം. മാതാപിതാ ഗുരുർ ദൈവം എന്ന് പറയുന്നത് മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞേ ഉള്ളൂ ദൈവത്തിന് സ്ഥാനം. പെറ്റമ്മയും നമ്മളുടെ സ്വന്തം അച്ഛനും കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥാനം ഗുരുവിനാണ്. എന്തുകൊണ്ടാണ് ഗുരുവിനെ നമ്മൾ ഇത്ര പ്രാധാന്യത്തോടുകൂടി കാണുന്നത്? അതിനും ഒരു കൃത്യമായ ന്യായം പറയുന്നുണ്ട്. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ, ഇരുട്ടിനെ നമുക്ക് മാറ്റിക്കൊണ്ട് ജ്ഞാനമാകുന്ന വെളിച്ചത്തെ നമുക്ക് പകർന്നു നൽകുന്നത് ഗുരുവാണ് നമുക്ക് ലോകത്തെ പരിചയപ്പെടുത്തി തരുന്നത്. ഒന്നും അറിയാത്ത ഒരു കുട്ടി 4 വയസ്സാകുമ്പോഴേക്കും അവൻ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം ആരംഭിക്കപ്പെടുമ്പോൾ ഒന്നും അറിയാതെ ഒരു ഗുരുവിൻ്റെ കയ്യിലേക്ക് ചെന്ന് ഈ ലോകമാകുന്ന ഒരു വലിയ സമ്പത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സങ്കല്പത്തെ എന്താണെന്ന് മനസ്സിലാക്കിച്ചു തരുന്നത് ഗുരുനാഥനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുരുനാഥന്മാരായിട്ടുള്ളവർ നമുക്ക് പകർന്ന് നൽകിയ ഈ അറിവാകുന്ന ഒരു മഹാസമുദ്രത്തിൻ്റെ ഓരോ ഗുണങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുന്നത്. ജയം മാത്രമല്ല നമ്മുടെ ഗുരുക്കന്മാർ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. കാരണം അച്ചടിച്ച പുസ്തകത്തിൽ നിന്നും പഠിക്കേണ്ട വിദ്യാഭ്യാസം മാത്രമല്ല ഒരു വ്യക്തിയെ അവൻ്റെ ജീവിതത്തിൽ ഉന്നതമായ തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. സാമൂഹികമായിരിക്കുന്ന സാംസ്കാരികമായിരിക്കുന്ന വിഷയങ്ങൾ കൂടി അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യപ്പെടണം. അപ്പോൾ അതിനെല്ലാം നമ്മുടെ ഗുരുനാഥനാണ് നമുക്ക് ഓരോന്നും പറഞ്ഞു തരുന്നത്. ചെറിയ ചെറിയ തെറ്റുകൾ നമ്മളിൽ കാണുമ്പോൾ ആ തെറ്റുകൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തന്ന് തെറ്റിൽ നിന്നും ശരിയിലേക്ക് നമ്മളെ നയിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് നൽകുന്നവരാണ് നമ്മുടെ ഗുരുക്കന്മാർ. അതിനിപ്പോൾ നമുക്കറിയാം, ഇന്ന് കർക്കിടക മാസം ആചരിക്കുകയാണ്. ഈ കർക്കിടക മാസത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു കഥ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ പൂർത്തീകരിക്കപ്പെടാം. നമുക്കറിയാം, രാമായണം എന്ന് പറയുന്നത് രാമൻ്റെ അയനം അഥവാ രാമൻ്റെ യാത്രയാണ് രാമായണം. രാമായണം എന്തിനാണെന്ന് ചോദിച്ചാൽ രാവുമായുവാനുള്ളതാണ് രാമായണം. അഥവാ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അജ്ഞതകളെ എടുത്തുകൊണ്ട് നല്ല തലത്തിലേക്ക് പോകേണ്ടതാണ് രാമായണം എന്ന് പറയും. ഈ രാമായണം നമുക്ക് നൽകിയത് ഒരു കാട്ടാളനാണ് എന്ന് നമുക്കറിയാം. കാട്ടാളൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രത്നാകരൻ എന്ന് പറയുന്ന ആൾ, നമുക്ക് ആ കഥയെ അറിയാം.
അദ്ദേഹം വാൽമീകിയായി മാറിയിട്ടാണ് നമുക്ക് രാമായണം കിട്ടിയത്. അവിടെ ഒരു കഥയുണ്ട്. കാട്ടിലൂടെ പോയിരുന്ന സപ്തർഷിമാരുടെ അടുക്കൽ കാട്ടുകൊള്ളക്കാരനായിരിക്കുന്ന രത്നാകരൻ ചെന്ന് അവരെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോൾ, അവരിലെ സമ്പത്തെടുക്കാനായി ചെല്ലുമ്പോൾ അവർ ചോദിച്ചിരുന്നു, നീ ചെയ്ത കർമ്മങ്ങളുടെ ഫലം, നീ ചെയ്യുന്ന തെറ്റാണ്, നീ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് നിനക്ക് ദോഷമേ ഉള്ളൂ, അപ്പോൾ നീ കൊണ്ടു കൊടുക്കുന്നത് കഴിക്കുന്ന നിൻ്റെ കുടുംബാംഗങ്ങൾ കൂടി അത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വീകരിക്കുമെന്നാണ് രത്നാകരൻ വിചാരിച്ചത്. പക്ഷേ അത് വീട്ടിൽ പോയി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അതുവരെ അവർ അവിടെ നിന്നു. അദ്ദേഹം പോയി ചോദിച്ചിട്ട് വന്നിട്ട് പറഞ്ഞ മറുപടി സപ്തർഷികൾ അവർ ചിന്തിച്ചിരുന്ന ഉത്തരം തന്നെയായിരുന്നു. പക്ഷേ രത്നാകരൻ ഒരിക്കലും ആ ഒരു ഉത്തരം ചിന്തിച്ചില്ല. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെയാണ് അനുഭവിക്കേണ്ടതെന്ന് വീട്ടിൽ നിന്ന് മറുപടി കിട്ടിയപ്പോൾ മനസ്സിനുണ്ടായൊരു വിഷമം മാറാൻ തനിക്ക് ഇതിൽ നിന്നൊരു മുക്തി ഉണ്ടാകണമെന്ന് രത്നാകരൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊടുത്തത്, നിനക്ക് മാറ്റമുണ്ടാകണം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, ഭൗതികമായിരിക്കുന്ന മാറ്റം ഉണ്ടാകണം. രണ്ട്, മാനസികമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് നിൻ്റെ മനസ്സിനൊരു മാറ്റമാണ്. സ്വയം നീ ഇതിൽ നിന്ന് മുക്തനായി എന്നുള്ള ബോധം നിനക്കുണ്ടാകണം. ആ അറിവും ബോധവും കൂടി ചേരുമ്പോഴേ ഒരു നല്ല വ്യക്തിയായി എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നീ രാമനാമം ജപിക്കാൻ പറഞ്ഞു. പക്ഷേ രത്നാകരന് രാമനാമം ജപിക്കാൻ പ്രയാസമാണ്, എനിക്കതങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതിനെന്താ, നിനക്ക് മറ്റൊരു മന്ത്രം ഞങ്ങൾ പറഞ്ഞു തരാം. മര എന്നുള്ള രണ്ടക്ഷരം പറഞ്ഞു കൊടുത്തു. മാ എന്നും രാ എന്നും മര എന്ന് നീ ജപിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മര എന്ന് ജപിച്ച് പിന്നീട് രാമനിലേക്ക് ആ രത്നാകരനായിരിക്കുന്ന കാട്ടുകള്ളൻ മാറി. അദ്ദേഹം ലോകമറിയപ്പെടുന്ന ഒരു മഹാകവിയായി മാറി, വാൽമീകിയായി മാറി. അപ്പോൾ ഇതിലെ പ്രധാനമായിരിക്കുന്ന വിഷയം മര എന്നുള്ള വാക്ക്, അതെന്താണ് അതിൻ്റെ അർത്ഥം? മര എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മര എന്ന് പറഞ്ഞാൽ അതൊരു മരണമാണ്. എന്തിനാണ് സപ്തർഷികൾ ആ മര എന്നുള്ള വാക്ക് പറഞ്ഞു കൊടുത്തത്? മര എന്നുള്ളത് മരണം എന്നുള്ള ഒരു സങ്കല്പാർത്ഥമാണ് എങ്കിൽ അതിൻ്റെ തലം എന്താണ്? കാരണം മര എന്ന് ജപിക്കുന്തോറും കാട്ടുകള്ളനായിരിക്കുന്ന രത്നാകരൻ്റെ മനസ്സിലിരിക്കുന്ന സങ്കല്പം താനൊരു കാട്ടുകൊള്ളക്കാരനാണ്, താനൊരു കള്ളനാണ്, ഒരു അധർമ്മിയാണ് എന്നുള്ള ചിന്ത, അതാണ് ആദ്യം മരിക്കപ്പെടേണ്ടത്. അത് മരിച്ചെങ്കിൽ മാത്രമേ രാമ എന്നുള്ള ഉത്തമമായ ദൈവീകമായ തലത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അവിടെ എത്തിയെങ്കിൽ മാത്രമേ അദ്ദേഹം ഉത്തമനായിരിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാകുകയുള്ളൂ. അതിന് പറഞ്ഞു കൊടുത്ത ആ മന്ത്രം, മരയിൽ നിന്നും രാമനിലേക്കുള്ള യാത്ര, കൊള്ളക്കാരനായിരിക്കുന്ന രത്നാകരനിൽ നിന്നും അദ്ദേഹം വാൽമീകി എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായിരിക്കുന്ന രാമായണം എന്ന ഇതിഹാസത്തിലേക്ക് മാറ്റിയ ആ വാൽമീകിയായി മാറപ്പെട്ടതിൻ്റെ കാരണം ഒരു സപ്തർഷികളായിരിക്കുന്ന ഗുരുക്കന്മാർ നൽകിയ ഉപദേശമാണ്. ഈ ഉപദേശം നമ്മളുടെ ജീവിതത്തിലും പ്രായോഗികമായ തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന അറിവും ബോധവും അത് തിരിച്ചറിവുകളായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകും. ഈ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ഈ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ടായി ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഇതുപോലെയുള്ള നല്ല ദിവസങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. അച്ഛന് ലോക പിതൃദിനമുണ്ട്, ലോക മാതൃദിനമുണ്ട്. അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളുള്ളതുപോലെ ഈ ഗുരുപൂർണിമ ദിവസം ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ആ ഗുരുവിൻ്റെ പാദത്തെ നമസ്കരിച്ചുകൊണ്ട് അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം മേന തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അറിവാകുന്ന ഗുണത്തെ, ബോധത്തെ, പ്രകാശത്തെ, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഗുരുവാകുന്ന ദൈവങ്ങളുടെ അനുഗ്രഹ തലങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഈ പുണ്യമാർന്ന ദിവസം നമ്മുടെ ഗുരുക്കന്മാർ ആരെങ്കിലും ഒരാളെയെങ്കിലും ഫോൺ ഒന്ന് വിളിച്ചോ അല്ലെങ്കിൽ അവരെ നേരിട്ട് പോയി കണ്ടോ അവരുടെ പാദത്തിലൊന്ന് നമസ്കരിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം വളരെ അവിചാരിതമായിട്ടാണെങ്കിലും ഞാൻ ഒരു യാത്ര പോകാനായി പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള അമ്പലമാണ് പുത്തങ്കാവിൽ ദേവീക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി വഞ്ചിയിൽ പൈസ ഇട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും, കുരമ്പാലക്കാരെല്ലാം അങ്ങനെയാണ്, ഭഗവതിയുടെ അനുവാദം ചോദിച്ചിട്ട് എങ്ങോട്ടും പോവുകയുള്ളൂ. അവിടെ നിന്നപ്പോൾ എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന ശ്രീ മുരളി സാർ അവിചാരിതമായിട്ടാണെങ്കിലും അവിടെ എത്തി. അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോകാൻ പറ്റിയപ്പോൾ എനിക്ക് തോന്നിയത് ഭഗവതി നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ്. കാരണം ഗുരുപൂർണിമ ദിവസമായി ഇന്ന്
രാവിലെ ആദ്യം കാണുന്ന വ്യക്തി എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹത്തോട് രണ്ട് വാക്ക് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി പോകാൻ ഈ ഒരു ദിവസം സാധിച്ചപ്പോൾ മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരാഹ്ലാദമായിരുന്നു. ഹൈസ്കൂൾ കാലത്ത് എന്നെ പഠിപ്പിച്ച ആളാണ് ശ്രീ മുരളി സാർ. അന്ന് ഒരുപാട് വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോഴുള്ള ഒരു മാനസികമായിരിക്കുന്ന സന്തോഷവും ആഹ്ലാദവും അത് അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹങ്ങളാകുന്ന ഗുണങ്ങൾ കിട്ടിയതുകൊണ്ടാണ് ഇന്ന് ഈ തലത്തിൽ ഇവിടെ വന്നിരുന്ന് രണ്ട് വാക്ക് പറയാൻ സാധിച്ചതുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെയും പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട്, എൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ലോകമാകുന്ന ഈ അറിവാകുന്ന മഹാസമുദ്രത്തിൽ നിന്നും ഇനിയും കിട്ടേണ്ട അറിവുകൾ നൽകുവാനായി അനവധി ഗുരുക്കന്മാർ, ഭഗവാൻ 24 ഗുരുക്കന്മാരുണ്ടെങ്കിൽ നമുക്ക് 24,000 ഗുരുക്കന്മാരുണ്ടാകട്ടെ. ആ ഗുരുക്കന്മാരിൽ നിന്നും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് അറിവുകൾ നമുക്ക് സമ്പത്തായി ലഭിച്ച് നമ്മളൊരു നല്ല കോടീശ്വരന്മാരായി മാറട്ടെ. അറിവാകുന്ന സമ്പത്ത് കൊണ്ട് വലിയ വലിയ കോടീശ്വരന്മാരായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.